ചേടാ, ആ കുരുത്തം കെട്ട ജോലിക്കാരി പെണ്ണിത് എവിടെയാ പോയി ചത്തു കിടക്കുന്നേ? അവളെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ കാരണക്കാരി പ്രിയങ്കയാണോന്ന് ചോദിച്ചാ അവളല്ല, ആനന്ദാണോന്ന് ചോദിച്ചാ അവനും അല്ല. പിന്നെ ആരായിരിക്കും? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തുപറ്റി ആന്റി? വെരികിനെ പോലെ അങ്ങോട്ടേക്കിട്ട് നടക്കുന്നത്? ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? ഇവിടെ ഒരു അടുക്കളക്കാരിയെ കാണാനില്ലെന്നും പറഞ്ഞ് ആളുകളൊക്കെ ഓടി നടക്കുക. അതിനിടയിൽ അവക്കങ്ങ് ഉറങ്ങിക്കോളാൻ വയ്യ, ശൂലം പിടിച്ചവള്. അയ്യോ എന്റെ ആന്റി, ഇന്ന് വേണ്ടേ നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ? ഇതിനേക്കാൾ സമാധാനം ഇനി എന്ന് കിട്ടാനാ? സമാധാനോ? എന്ത് സമാധാനം? നിനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്തൊന്നും ഇല്ല. നമ്മൾ ആ കല്യാണിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ എന്തൊക്കെ പരിപാടികൾ നോക്കിയതാ, ഒന്നും വർക്കൗട്ട് ആയില്ലല്ലോ. ഇപ്പോ ദേ അവള് തനിയെ പോയി കിട്ടിയിരിക്കുന്നു. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ആ സമയത്ത് ആന്റി എന്തിനാ ഇങ്ങനെ വെറുതെ കൺഫ്യൂഷൻ ആവുന്നത്? അവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനുള്ള ടെൻഷൻ കൊണ്ടാണോ ഈ മാരത്തോൺ നടത്തം? അവളെ ഇങ്ങനെ കാണാതാകുന്നതും തിരിച്ചു വരുന്നതും ഒന്നും ഒരു പുതുമയല്ല. നീ ഈ വീട്ടിൽ കാലുകുത്തും മുമ്പ് അവൾ ഇവിടുന്ന് പോക്ക് വരവ് നടത്തിയിട്ടുള്ളതാ. എന്ന് പറഞ്ഞാ അപ്പൊ ഈ കല്യാണി തിരിച്ചു വരുമെന്നാണ് ആന്റി പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, അവള് തിരിച്ചു വരരുതെന്നാ എന്റെ പ്രാർത്ഥന. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ അവളെ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് അറിയണം. ഞാൻ ആ പ്രിയങ്കയെ വിളിച്ചു ചോദിച്ചപ്പോ അവൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ എന്നോട് പറഞ്ഞ. പക്ഷെ കല്യാണി ആരോ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടു പോയതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷെ അത് ആരായിരിക്കും മനസ്സിലാകുന്നില്ല. ഇതാ പ്രിയങ്ക തന്നെ ആയിരിക്കും ആന്റി. എന്നിട്ട് അവളല്ലെന്ന് ആന്റിയോട് കള്ളം പറഞ്ഞതാ. അവൾ ആള് കാഞ്ഞ വിത്ത, അറിയാലോ ചരിത്രം. ഏയ്, അവളെന്തിനാ എന്നോട് കള്ളം പറയുന്നത്? ഈ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ എനിക്ക് വിശ്വാസം. സത്യം പറഞ്ഞ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വല്ല റാക്കറ്റും അവളെ തട്ടിക്കൊണ്ടു പോയതായിരിക്കുന്ന എന്റെ സംശയം. എങ്കിൽ അവരവളെ നാട് കടത്തിയിട്ടുണ്ടാകുന്ന ഉറപ്പാ. ഈശ്വര, അങ്ങനൊന്നും സംഭവിക്കല്ലേ. ഞാൻ അവളെ കാണിച്ച് അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ അങ്ങനെങ്ങാണ് സംഭവിച്ച എന്റെ കഥ കഴിയും. ഒന്ന് കളയോമാര്. അപ്പൊ കല്യാണി ആരൊക്കെയോ സംഘം ചേർന്ന് നാട് കടത്തിയിട്ടുണ്ടാവുന്നാണ് ആന്റി പറയുന്നേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവൾ ഇവിടുന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നായി എന്റെ ആഗ്രഹം. പക്ഷേ അവളെ കാണാതായപ്പോ മുതൽ അഖിലാണ്ടേശ്വരി പൂജാമുറി കയറിയിരുന്ന് പ്രാർത്ഥനയില്ലേ. അതുകൊണ്ട് എന്റെ ആഗ്രഹം നടക്കൂലെന്നാ ഇപ്പൊ തോന്നുന്നേ. ഏയ്, ഇതങ്ങനെയല്ല. സംഗതി സീരിയസാ. അഖിലാന്റി അങ്ങനെ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കണമെങ്കിൽ കല്യാണി വലിയ ആപത്തിലാണെന്ന് അതിനർത്ഥം. ആ ആപത്തിൽ നിന്നും അവൾ ഒരിക്കലും രക്ഷപ്പെടരുത്. ഇതോടെ തീരണമല്ല. എന്റെ ജീവിതം കുട്ടിച്ചോറാവാനുള്ള കാരണം അവളല്ലേ. അവളുടെ നാശം കണ്ടാൽ എനിക്ക് തൃപ്തിയാവും. മതി, നിർത്ത്. നിങ്ങൾ രണ്ടാളും കല്യാണിയെ കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എനിക്ക് കല്യാണി വേണമെന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പല പ്രാവശ്യം പറഞ്ഞതാ. എന്നിട്ടും നിങ്ങൾ അവളെ ഇല്ലാതാക്കാനാ ശ്രമിക്കുന്നത്. ഇന്നത്തോടെ നിർത്തിക്കോണം, അല്ലെങ്കിൽ... അയ്യോ ചന്ദ്രേട്ടാ, ഞങ്ങള് പറഞ്ഞതേ കല്യാണി ഏതോ ആപത്തിലാണെന്നാ. വിശദീകരണമൊന്നും വേണമെന്നില്ല. ഞാൻ കേട്ടു. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണി തിരിച്ചു വരും. ഞാൻ അവളെ കല്യാണം കഴിച്ച് മുംബൈക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇത് നടന്നില്ലെങ്കിൽ ചന്ദ്രൻ കളിക്കാൻ പോകുന്നത് ഇനി തീ കൊണ്ടുള്ളൊരു കളിയാ. ഈ തൃച്ചംബരം വെന്തെരിയുന്ന തീ കൊണ്ടുള്ളൊരു കളി. അതിൽ വെന്ത് ചാമ്പലാവാതിരിക്കാൻ സ്വന്തം തടി രക്ഷിക്കാൻ നോക്കിക്കോ രണ്ടാളും. അതേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആന്റി, എനിക്ക് പേടിയാവുന്നു. ഇനി അവൻ പറയുന്ന പോലെയൊക്കെ നടക്കോ? പിന്നെ
അവൻ പറയുന്നതൊക്കെ നടത്തി കാണിക്കാൻ അവനെന്താ പരശുരാമ മുനിയോ? പക്ക ഫ്രോഡ്. നീ വന്ന് നിന്റെ പണി നോക്ക്. അല്ല പിന്നെ വാ. മഹാഗണപതി രക്ഷിക്കണേ. ചേച്ചിയെ തിരക്കി ഇറങ്ങിയവരെ ആരെയും കാണുന്നില്ലല്ലോ ഇതുവരെ. പേടിയാവുന്നെനിക്ക്. എന്റെ ചേച്ചിക്ക് ഒരു ആപത്തും വരുത്തരുതേ. എന്ത് നേർച്ച വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. അവിലോ മലരോ പഴമോ പായസമോ ഉണ്ണിയപ്പമോ നാളികേരമോ എന്ത് വേണമെങ്കിലും. എനിക്ക് എന്റെ ചേച്ചിയെ തിരികെ വേണം. ഇല്ലെങ്കിൽ ഞാൻ ആരും ഇല്ലാത്തവനായി പോകും. എനിക്ക് എന്റെ ചേച്ചി തിരികെ വേണം. മഹാഗണപതേ നമ, ഗംഗണപതേ നമ, വിനായകായ നമ, വിഘ്നേശ്വരായ നമ. മഹാഗണപതേ നമ, ഗംഗണപതേ നമ, വിനായകായ നമ, വിഘ്നേശ്വരായ നമ. അമ്മേ പറഞ്ഞോളൂ. ആനന്ദ്, കല്യാണിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ നിനക്ക്? ഇല്ലമ്മേ, അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ശരി, തിരയുമ്പോ പ്രത്യേകിച്ച് ബീച്ചിലും കായലിലും കുളത്തിലും പുഴയുള്ളിടത്തും ഒക്കെ കല്യാണിയെ ഒന്ന് അന്വേഷിക്കണം. എനിക്കിപ്പോ ഇളയച്ചൻ പറഞ്ഞതുപോലെ കല്യാണിക്ക് വെള്ളത്തിൽ എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ. അതെന്താ അമ്മ ഇപ്പൊ അങ്ങനെ തോന്നാൻ? കാര്യമുണ്ട് ആനന്ദേ. മനസ്സിനൊരു സമാധാനവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോ തീർത്ഥജലത്തിൽ ഒരു ദുശകനും കണ്ടു. അതാ അമ്മയ്ക്കിപ്പോ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം. വെള്ളമുള്ള സ്ഥലത്തൊക്കെ അന്വേഷിക്കാൻ വേഗം ആവട്ടെ. അരവിന്ദനോട് സുബ്രുവിനോടും കൂടി ഈ വിവരം ഒന്ന് വിളിച്ചു പറയണം. ശരി അമ്മ. ശരി മോനെ. വലിയ ആ ദാസേട്ടാ, എന്റെ മോളെ കുറിച്ച് ഇല്ല, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വിളിച്ചത് അമ്മ എന്നെ വിളിച്ചിരുന്നു. എന്താ വലിയ? അമ്മ കുറച്ചു മുമ്പ് പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോ ചില ദുർനിമിത്തങ്ങൾ കണ്ടതായി പറഞ്ഞു. കുഞ്ഞെ ഭയക്കാനായിട്ടെന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ജലവുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. കുഞ്ഞെ പേടിക്കാനൊന്നുമില്ല ദാസേട്ടാ. ഇളയച്ചൻ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് അമ്മ അങ്ങനെ പറഞ്ഞത്. ഏതായാലും നമുക്ക് അങ്ങനെയൊന്ന് അന്വേഷിക്കാം. ശരി വലിയ. ഇവിളിത് എവിടെ പോയതാ? ബ്രോ സുബണ്ണ അറ്റൻഡ് ചെയ്യ്. ചിലപ്പോ കല്യാണി കണ്ടെത്തി കാണും. ഹലോ ആനന്ദേ, എന്തായി? കല്യാണിയെ കണ്ടോ? ഇല്ല, ഞാൻ അമ്മ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാ. പ്രത്യക്ഷ ലോക നിർമ്മിതമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നുകൊണ്ടാകും മരണം സംഭവിക്കുക. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതിൽ ശീത സ്വഭാവമുള്ള ജലത്തെ വേണം കൂടുതൽ സൂക്ഷിക്കാൻ.
കുഞ്ഞെ, എന്റെ മോള്. ഏയ് ദാസേട്ടാ, വെറുതെ വിഷമിക്കല്ലേ. കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. ഇതിനു മുമ്പും കല്യാണി ഇതുപോലെ പോയിട്ട് ബ്രോ തിരിച്ചു കൊണ്ടുവന്നല്ലേ. ഇപ്രാവശ്യം അങ്ങനെയല്ല കുഞ്ഞെ. ഇത് വിധിയുടെ ഒരു തീർപ്പ് കൽപ്പിക്കല. കുഞ്ഞിന്റെ ഇളയ മുത്തച്ഛൻ അത് നേരത്തെ കണ്ടു. ഇപ്പോഴാ പറഞ്ഞ പ്രവചനത്തിന്റെ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇളയ മുത്തച്ഛൻ എന്ത് പറഞ്ഞാ ദാസേട്ടി പറയുന്നേ? അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജലം കൊണ്ടുള്ള സമാധി എന്റെ മോളുടെ തലയിൽ ഇഷ്ടത. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതാ അഖില മേഡം പൂജാമുറിയിൽ കണ്ട ദുർനിമിത്തവും. ദാസേട്ടൻ എന്തേ പറയുന്നേ? നിനക്ക് വല്ല മനസ്സിലായോ? അത് ബ്രോ നമ്മളോട് ഈ കായലിലും കുളത്തിലൊക്കെ അന്വേഷിക്കാൻ ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ? അത് അമ്മ വിളിച്ച് പറഞ്ഞിട്ടാ. അമ്മ പൂജാമുറിയിൽ വെച്ചെന്തോ ദുർലക്ഷണങ്ങൾ കണ്ടെന്ന്. ബെസ്റ്റ്. അതാ ഞാൻ ആലോചിച്ചത്. പെട്ടെന്ന് കുളവും കടലും കായലൊക്കെ അരിച്ചു പറക്കാൻ പറഞ്ഞ എന്താണെന്ന്. ഇനിയിപ്പോ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലും പോയി തിരക്കേണ്ടി വരുമെന്നാ എനിക്ക് പേടി. പരിഹസിക്കരുത്. ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞത് സിദ്ധിയാ. സാധാരണക്കാരന് എളുപ്പം കൈവരാത്ത സിദ്ധി. അഖില മേഡത്തിന്റെ ഇളയച്ഛനതുണ്ട്. അദ്ദേഹം എന്ത് പ്രവചിച്ചോ അത് നടക്കും. മാഡം പൂജാമുറിയിൽ കണ്ടത് അതിന്റെ സൂചനയാ. സോറി ദാസേട്ടാ, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങളത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. പിന്നെ ശാപത്തിന് ശാപമോക്ഷം ഉള്ളതുപോലെ ഇളയമുത്തശ്ശൻ പറഞ്ഞ അപകടത്തിന് ഒരു പരിഹാരം കാണുമല്ലോ. ഇല്ല, പ്രാർത്ഥനയാണ് പരിഹാരം എന്നാ പറഞ്ഞത്. ഒരച്ഛൻ എന്ന നിലയിൽ ഞാനും ഒരനിയൻ എന്ന നിലയിൽ അനിയൻകുട്ടനും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ ഒരാളില്ല. അതേ ഉള്ളൂ ആകെ ഒരു വിഷമം. ദാസേട്ട അങ്ങനെ പറയല്ലേ. കല്യാണിക്ക് പെറ്റമ്മ നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. പക്ഷെ അഖിലാണ്ടേശ്വരിക്ക് കല്യാണി സ്വന്തം മോള് തന്നെയാണ്. ഇളയ മുത്തശ്ശൻ പറഞ്ഞ പ്രവചനത്തിനും പരിഹാരം കാണാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൂടെ തന്നെ ഉണ്ടാവും. ഒപ്പം ഒരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അരവിന്ദിൻ്റെ. ദാസേട്ട ഞങ്ങളെ വിശ്വസിക്കും പ്ലീസ്. സുബണ്ണ വാ, നമുക്കൊന്നുകൂടി നോക്കാം. ശരി. വെള്ളം തീരെയില്ലല്ലോ. ഛേ, 8-10 ജോലിക്കാരുണ്ട് ഇവിടെ. ഒരൊറ്റ എണ്ണത്തിന് ഉത്തരവാദിത്വം ഒന്നും പറയുന്നതില്ല. നാശങ്ങള്. മാഡം, നീ എന്തോന്നാ ഇവിടെ ചെയ്യുന്നേ? സാറിന് മാഡത്തിനും ചായ ഇടാൻ. ചായ മാത്രം ഇട്ടാ പോരാ. അവിടെ വാഷ് ബേസിലും ബാത്റൂമിലും ഒന്നും ഒരു തുള്ളി വെള്ളമില്ല. ഇനിയിപ്പോ ടാങ്ക് നിറയാതെ പൈപ്പിലൊന്നും വെള്ളം വരില്ല. പോയിട്ട് ആ മോട്ടർ ഓൺ ചെയ്. ശരി മാഡം. ഓ
ഒന്ന് വേഗം പോടി. കഷ്ടം തന്നെ ഇവളുടെയൊക്കെ കാര്യം. രണ്ടുപേരെയും ഫോണിൽ കിട്ടുന്നില്ല ആന്റി. ദാസേട്ടനാണെങ്കിൽ ഫോൺ എടുക്കുന്നേ ഇല്ല. ഞാൻ പറയുന്നത് നമുക്ക് ഇനിയെങ്കിലും പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോന്നാ. വരട്ടെ. ആനന്ദ് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അവൻ വന്നിട്ട് മതി പോലീസിനെ അറിയിക്കാൻ. എന്തായി ദാസേ, കല്യാണി കണ്ടോ? ഇല്ല സാറ്. അവൾ ഏതെങ്കിലും വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെ? ദാസേട്ടാ, എന്താ ഇത്? ആനന്ദും അരവിന്ദും ഒക്കെ അന്വേഷിച്ചു പോയിരിക്കല്ലേ. അവര് കൊണ്ടുവരും കല്യാണിയെ. സമാധാനിക്ക്. കൃഷ്ണേട്ട, ഒന്നുകൂടി ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ കിട്ടും. എന്നെ മോളെ കണ്ടോ? എന്തായാലും കല്യാണി കണ്ടില്ലേ? ഇല്ല അച്ഛാ, എത്ര ശ്രമിച്ചിട്ടും കല്യാണി കണ്ടുപിടിക്കാൻ പറ്റില്ല. കല്യാണി പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തിരക്കിയതാ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ദൈവമേ, എന്റെ മോള്. ആനന്ദ് എവിടെ? ബാറ്ററി ഡെഡ് ആണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല. എന്റെ ഈശ്വരാ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നതേ ഇളയച്ചൻ പറഞ്ഞത് അതേപോലെ ഫലിക്കും. തൃച്ചംബരത്തൊരു അപമൃത്യു. ഒരു കന്യകയുടെ ഡെഡ് ബോഡി ഇനി ഈ ഹാളിൽ വെള്ള പുതപ്പിച്ച് കിടത്താം. വിലാസിനി, വെള്ള പുതപ്പിച്ച് കിടത്താൻ പോകുന്നത് കല്യാണിയെയല്ല, നിന്നെയാ. രണ്ടു മക്കളെ പ്രസവിച്ചിട്ടും മനുഷ്യരോട് അല്പം പോലും ദയ കാണിക്കാത്ത നിന്നെ. അയ്യോ ആന്റി, കൊല്ലല്ലേ ആന്റി,
Shut up. ഇവിടെ ഒരുത്തിയുടെ ശബ്ദം കേൾക്കരുത്. ഇറങ്ങിപ്പോടി, പോകാൻ. അഖിലേ റിലാക്സ്. നീ എന്താ ഇങ്ങനെ? എങ്ങനെ റിലാക്സ് ചെയ്യും കൃഷ്ണേട്ടാ? എങ്ങനെ? തലയാകെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാ. അതിന്റെ ഇടയിൽ ഇവൾ. അഖിലേ വാ, നീ ഇവിടെ ഇരിക്കും.